അപ്പോൾ കഴിഞ്ഞ വർഷം പഠിക്കുമ്പോൾ തന്നെ ഈ കുട്ടികളുടെ രക്ഷിതാക്കൾ പറയായിരുന്നു, ഞങ്ങൾക്കും ഞങ്ങൾക്കും ഇങ്ങനെ ഇത് നല്ലൊരു അടിപൊളി, ഇത് ആരും കാണുന്നില്ലല്ലോ സ്വിമ്മിംഗ് പൂൾ സൗകര്യം, അപ്പോൾ ഇത്തരത്തിലുള്ള അവസരം ഞങ്ങൾക്ക് തന്നൂടെ എന്ന് പറഞ്ഞ ഒരു ആശയത്തിൽ നിന്നാണ് ഞങ്ങളുടെ ഭരണസമിതി വനിതകൾക്ക് നീന്തൽ എന്ന പദ്ധതി, ഇന്ന് ഇന്ത്യയിൽ തന്നെ കേരളത്തിൽ തന്നെ ഒരു പഞ്ചായത്തും വെക്കാത്തൊരു പദ്ധതി, ആ പദ്ധതി ഞങ്ങൾ ഏറ്റെടുക്കുകയും അത് വളരെ സുരക്ഷിതത്വത്തോടു കൂടി ഞങ്ങൾ രാവിലെ 9 to 10, വൈകുന്നേരം ഉച്ചന്റെ ശേഷം 2 to 3, 3 to 4 എന്നീ സമയങ്ങളിലാണ് ഇപ്പം 150ഓളം വനിതകൾ പഠിച്ചിട്ടുള്ളത്. ചേലേമ്പ്ര പഞ്ചായത്തിൽ ഒരു നൂതന പദ്ധതി ആവിഷ്കരിച്ചിരിക്കുകയാണ്. അത് പഞ്ചായത്തിലെ മുഴുവൻ സ്ത്രീകൾക്കും നീന്തൽ പഠിപ്പിക്കുക എന്നുള്ളതാണ് ആ പദ്ധതി. 18 വയസ്സ് കഴിഞ്ഞ ആർക്കും ഇത്തരത്തിൽ നീന്തൽ പഠിക്കാം. നമ്മുടെ യൂണിവേഴ്സിറ്റിയിലെ പൂളിലാണ് ഇത്തരത്തിൽ നീന്തൽ പഠിപ്പിക്കുന്നത്. പഞ്ചായത്തിൽ നിന്നുള്ള മുഴുവൻ സ്ത്രീകളെയും നീന്തൽ പഠിപ്പിക്കാൻ ലക്ഷ്യം. അതിന്റെ ഭാഗമായി ഇപ്പോൾ ഇവിടെ നീന്തൽ പഠിപ്പിക്കൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കുട്ടികൾ ഉൾപ്പെടെയുള്ളവരെ പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പം ചേലേമ്പ്ര പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ തന്നെ മീഡിയ കൊണ്ടൊപ്പം ചേരുകയാണ്. എന്താണ് ഇങ്ങനെ ഒരു പദ്ധതി ആവിഷ്കരിച്ച് നടപ്പാക്കുന്നത്? ഞങ്ങളെ ഗ്രാമപഞ്ചായത്തിലെ ഞങ്ങൾ കഴിഞ്ഞ വർഷം 3-4 ക്ലാസ്സിൽ പഠിക്കുന്ന LP സ്കൂളിലെ കുട്ടികളെയാണ് നീന്തൽ പരിജ്ഞാനം കൊടുത്തിരുന്നത്. അത് പദ്ധതിയിൽ പഞ്ചായത്ത് 5 ലക്ഷം രൂപ വകയിരുത്തി യൂണിവേഴ്സിറ്റിയായിട്ട് ഞങ്ങൾ സംസാരിച്ചതിന് ശേഷം ഇവിടെ അനുമതി കിട്ടി. അങ്ങനെ ഒരു കുട്ടിക്ക് 1000 രൂപ എന്ന നിരക്ക് യൂണിവേഴ്സിറ്റിക്ക് ഞങ്ങൾ അടക്കണം പൈസ. അങ്ങനെ കുട്ടികളെ 3-4 ക്ലാസ്സിൽ പഠിക്കുന്ന നീന്തൽ അറിയാത്ത മുഴുവൻ മക്കളെ ഞങ്ങൾ നീന്തൽ പഠിപ്പിച്ചു. അതിന്റെ തുടർ പദ്ധതി എന്ന നിലക്ക് പിന്നെ ആ 3-4 കുട്ടികൾ ഉയർന്ന സ്റ്റഡിയിലേക്ക് വരില്ല, അപ്പൊ 4-5 വരും. അപ്പൊ 6 മുതലാണ് പിന്നെ പഠിപ്പിക്കേണ്ടത്. 6 മുതൽ 10 വരെ ക്ലാസ്സിൽ പഠിക്കുന്ന നീന്തൽ അറിയാത്ത മുഴുവൻ കുട്ടികളും പഠിപ്പിക്കും. ഈ വർഷം 7 ലക്ഷം രൂപ ഗ്രാമപഞ്ചായത്ത് വകയിരുത്തിയത്. അങ്ങനെ അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം പഠിക്കുമ്പോൾ തന്നെ ഈ കുട്ടികളുടെ രക്ഷിതാക്കൾ പറയായിരുന്നു, ഞങ്ങൾക്കും ഇങ്ങനെ ഇത് നല്ലൊരു അടിപൊളി, ഇത് ആരും കാണുന്നില്ലല്ലോ സ്വിമ്മിംഗ് പൂൾ സൗകര്യം, അപ്പോൾ ഇത്തരത്തിലുള്ള അവസരം ഞങ്ങൾക്ക് തന്നൂടെ എന്ന് പറഞ്ഞ ഒരു ആശയത്തിൽ നിന്നാണ് ഞങ്ങളുടെ ഭരണസമിതി വനിതകൾക്ക് നീന്തൽ എന്ന പദ്ധതി, ഇന്ന് ഇന്ത്യയിൽ തന്നെ കേരളത്തിൽ തന്നെ ഒരു പഞ്ചായത്തും വെക്കാത്തൊരു പദ്ധതി, ആ പദ്ധതി ഞങ്ങൾ ഏറ്റെടുക്കുകയും അത് വളരെ സുരക്ഷിതത്വത്തോടു കൂടി ഞങ്ങൾ രാവിലെ 9 to 10, വൈകുന്നേരം ഉച്ചന്റെ ശേഷം 2 to 3, 3 to 4 എന്നീ സമയങ്ങളിലാണ് ഇപ്പം 150ഓളം വനിതകൾ പഠിച്ചിട്ടുള്ളത്. ഇനി അടുത്ത ബാച്ച് ഇപ്പൊ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാണ് 3 to 4. ഇനി സെപ്റ്റംബർ 8 മുതൽ 6 to 7 ഒരു ബാച്ച്. വൈകുന്നേരം പഠിക്കണമെന്ന് താല്പര്യമുള്ള രക്ഷിതാക്കൾ ഒരുപാട് ഞങ്ങളോട് പറഞ്ഞ അടിസ്ഥാനത്തിൽ ആ ഒരു ടൈമും കൂടി വെച്ചുകൊണ്ട് ചേലേമ്പ്രയിൽ 1000ഓളം കുട്ടികളെയും നീന്തൽ പഠിക്കണം താല്പര്യമുള്ള 18 വയസ്സിന്റെ മുകളിലുള്ള വനിതകളെയും പഠിപ്പിക്കുന്ന ഒരു നല്ല ഒരു പദ്ധതി. പഞ്ചായത്തിന്റെ പണം അങ്ങനെ ഇങ്ങനെയും ചെലവഴിക്കാതെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിലുള്ള നല്ല പദ്ധതികൾ കൊണ്ടുവരിക എന്നുള്ള ചേലേമ്പ്ര പഞ്ചായത്ത് ചെയ്തിട്ടുള്ളത്. അതിൽപ്പെട്ട മാതൃകാപരമായ ഒരു പദ്ധതിയാണ് ഈ പദ്ധതി എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇപ്പം പഞ്ചായത്തിൽ ഏതാണ്ട് കുട്ടികളൊക്കെ പഠിച്ചു കഴിഞ്ഞു. ഏതാണ്ട് 1000-നടുത്ത് വരുന്ന കുട്ടികൾ ഇപ്പോൾ ട്രെയിൻ ചെയ്ത് പഠിച്ചു കഴിഞ്ഞു. ആ ഓരോ മാസത്തിലും ഞങ്ങൾ പഠിച്ച കുട്ടികളെ രക്ഷിതാക്കളൊക്കെ വിളിച്ചു ചേർത്ത് നീന്തിച്ചെടുത്ത് കാണിച്ചു കൊടുക്കും. അത് ഉറപ്പുവരുത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, ആ കുട്ടികളെ ഒഴിവാക്കുന്നുള്ളൂ. അല്ലാതെ നമ്മൾ നീന്തൽ അറിയാതെ ഒരു കുട്ടി പോലും ഈ സ്വിമ്മിംഗ് പൂളിൽ നിന്ന് പോകുന്നില്ല. അത് നമ്മളെ കോച്ചും നമുക്ക് അതിന്റെ എല്ലാ ഗ്യാരണ്ടി തന്നു. നീന്തൽ അറിയാത്തൊരു കുട്ടി ഉണ്ടാവരുത്. എന്നുവെച്ചാൽ നീന്തൽ പഠിക്കാൻ വലിയൊരു കാര്യമാണല്ലോ ജീവിതത്തിൽ. നമ്മൾ ഏതൊക്കെ മേഖലയിൽ എത്തുന്നത് ആ ചെറിയ പ്രായത്തിൽ പഠിച്ചാൽ നമുക്ക് വലിയ രീതിയിൽ അത് നമുക്ക് പല ബുദ്ധിമുട്ടുകളിൽ നിന്നും ഒഴിവാക്കാൻ കഴിയും. അപ്പൊ അതിനുള്ള ഒരു അവസരമാണ് ഗ്രാമപഞ്ചായത്ത് പഞ്ചായത്തിലെ മുഴുവൻ ആളുകളെയും നീന്തൽ പഠിപ്പിക്കുക എന്നാണ് ലക്ഷ്യം. തീർച്ചയായിട്ടും പഞ്ചായത്ത് മുഴുവൻ ആളുകളെയും അത് വനിതകൾക്കും അവസരം ഉണ്ടാക്കി കുട്ടികളിൽ നിന്ന് ഞങ്ങൾ ആരംഭിച്ച് വനിതകളിൽ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അടക്കമുള്ളവരുണ്ട്. അതായത് സ്ത്രീകൾക്ക് പല പദ്ധതികളും പഞ്ചായത്ത് ആവിഷ്കരിക്കുന്നുണ്ട്. അതെ, സ്ത്രീകൾക്ക് വേണ്ടി നമ്മൾ ഈ കഴിഞ്ഞ വർഷമാണ് യോഗ പരിശീലനം കഴിഞ്ഞ 2 വർഷമായിട്ട് നടപ്പാക്കി വരികയാണ്. അതുപോലെ അവർക്ക് മെൻസ്ട്രൽ കപ്പ് കൊടുക്കും. ഡ്രൈവിംഗ് പരിശീലനം പൂർത്തിയാക്കി 100 വനിതകൾക്ക് ഡ്രൈവിംഗ് ലൈസൻസും വാഹനവും അവർക്ക് ഗവൺമെന്റ് സബ്സിഡിയോട് കൂടി ലഭ്യമാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ഓപ്പൺ ജിമ്മ് പ്രവർത്തന സജ്ജമായിരിക്കുകയാണ്. ഒരു മാസത്തിന്റെ ഉള്ളിൽ അതും ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ വനിതാ ഘടക പദ്ധതിയിലുള്ള പ്രോജക്റ്റുകൾ വളരെ അവരുടെ ആരോഗ്യ സംരക്ഷണത്തിനും സ്ത്രീകളുടെ സുരക്ഷതയ്ക്കും ഒക്കെ വേണ്ടി ഉള്ളൊരു പദ്ധതി എന്ന നിലയിലാണ്. അതുപോലെ മെൻസ്ട്രൽ കപ്പ് കൊടുക്കേണ്ടായി. അപ്പോൾ വനിതാ ഘടക പദ്ധതിയിൽ എന്തെങ്കിലും ആടിനെയും കോഴിനെയും പശുവിനെയൊക്കെ കൊടുത്ത് ആ പൈസ ചെലവഴിക്കുക എന്നുള്ളതല്ല, അവർക്ക് അവരുടെ ജീവിത സന്ധാരണത്തിനും അവരുടെ ഭാവിയും ഉദ്ദേശിച്ചുകൊണ്ടുള്ള പദ്ധതി എന്ന നിലയിലാണ് നമ്മളത് ഏറ്റെടുത്തുള്ളത്. അതുപോലെ തന്നെ ഈ കായിക സാക്ഷരതാ പ്രോജക്റ്റ് നമ്മൾ അത് നടപ്പാക്കിയപ്പോഴാണ് അതിന്റെ ഒരു ഗുണം അറിഞ്ഞത്. കാരണം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റാണ് അങ്ങനെ ഒരു നിർദ്ദേശം വെച്ചത്. എല്ലാ കുട്ടികൾക്കും കായികക്ഷമതയുള്ള കുട്ടികളായി വളർത്തിയെടുക്കുക, അവരുടെ കായിക വികാസത്തിന് അവരുടെ വ്യത്യസ്തമായ കഴിവുകൾ കണ്ടെടുത്തി പരിപോഷിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ സക്കീർ സാർ അതിന് ഞങ്ങൾക്ക് മാർഗ്ഗനിർദ്ദേശം നൽകി. അതുപോലെ തന്നെ ഇവിടുത്തെ അക്വാറ്റിക് കോംപ്ലക്സ് പ്രത്യേകിച്ച് മധു സാറുണ്ട്, അതുപോലെ തന്നെ വിഷ്ണു അവരിതിന് മാനേജർ, അവരൊക്കെ ഇതിന് വളരെ സൗമനസ്യത്തോടു കൂടി നമ്മളെ ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി
ഒരു പ്രോത്സാഹനം നൽകി വരികയാണ്. തീർച്ചയായിട്ടും. അതായത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വിശാലമായ ഈ പൂളിലാണ് ഇത് ഇവിടെ നീന്തൽ പരിശീലനം നടക്കുന്നത്. അപ്പോൾ ഈ പൂളിന്റെ ഇൻചാർജുള്ള ഇവിടുത്തെ അധ്യാപകരൊക്കെ നമ്മുടെ ഒപ്പം ഉണ്ട്. സാർ മധു സാറിന്റെ നേതൃത്വത്തിലാണ് ഈ സ്വിമ്മിംഗ് നടക്കുന്നത്. അതെ, ഞാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സ്വിമ്മിംഗ് കോച്ചാണ്. അപ്പം ഈ സ്വിമ്മിംഗ് പൂളിന്റെ നീന്തൽ പരിശീലനത്തിന്റെ ചുമതലയുമുണ്ട്. അപ്പോൾ ചേലാമ്പ്ര പഞ്ചായത്ത് ഇങ്ങനെ കുട്ടികൾക്കും വനിതകൾക്കും ഇങ്ങനെ ഒരു നീന്തൽ പരിശീലന സംരംഭം എൻ്റെ അറിവിൽ ഇത് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ്. ഇത്രയും നല്ലൊരു ആശയം കൊണ്ടുവന്ന് അത് വിജയിപ്പിച്ചെടുത്ത പഞ്ചായത്തിനെ അഭിനന്ദിക്കുന്നതോടൊപ്പം ഇതിന് എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്ന ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ, യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ, ഒപ്പം സിൻഡിക്കേറ്റ് അംഗങ്ങൾ എല്ലാം ഐക്യകണ്ഠേന ഇതിന്റെ നല്ല രീതിയിലുള്ള നടത്തിപ്പിന് വേണ്ടി സഹായിച്ചു. അതിന്റെ ഭാഗമായി ഇപ്പം തന്നെ 500-ലധികം കുട്ടികൾ നീന്തൽ പഠിച്ചു കഴിഞ്ഞു. വനിതകൾ 500 വരെ പഠിക്കുന്നതിൽ 200 പേര് പഠിച്ചു കഴിഞ്ഞു. അടുത്ത പുതിയ ബാച്ചിൽ നിന്ന് ആരംഭിച്ചു. നല്ല രീതിയിൽ പരിശീലനം നൽകുന്നുണ്ട്. ഇത് വെറുതെ നീന്തൽ പഠിപ്പിക്കുക എന്നുള്ളതല്ല, ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് തുടർ പരിശീലനം നൽകുന്നതിന് വേണ്ടി യൂണിവേഴ്സിറ്റിയും ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷനും വളരെ ഫീസ് ഇളവ് ചെയ്ത് ഏറ്റവും കുറഞ്ഞ ഫീസിൽ തുടർ പരിശീലനത്തിന് ഉള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അത് വരും കാലങ്ങളിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്കും കേരളത്തിനും ഇന്ത്യക്കുമൊക്കെ വാഗ്ദാനങ്ങളായ ഭാവി താരങ്ങളെ സൃഷ്ടിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ സംരംഭം മുന്നോട്ട് പോകുന്നത്. ഇപ്പം മാനേജർ വിഷ്ണു നല്ല റെസ്പോൺസ് ആണ് ആളുകൾ. തീർച്ചയായിട്ടും ആളുകൾ നമ്മുടെ മലബാറിലെ ഏറ്റവും വലിയ അന്താരാഷ്ട്ര ഒളിമ്പിക് സ്വിമ്മിംഗ് പൂളാണ് നമുക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിനകത്ത് ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. അതേപോലെ തന്നെ കഴിഞ്ഞ 5 വർഷത്തിനിടയ്ക്ക് കേരളത്തിൽ 10,000-ഓളം ആളുകൾ സ്വിമ്മിംഗ് അറിയാത്തതുകൊണ്ട് മുങ്ങി മരണപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ പല സാഹചര്യങ്ങളും കുട്ടികളായിക്കോട്ടെ വലിയ ആളുകളായിക്കോട്ടെ. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു ലൈഫ് സയൻസ് സ്കില്ലാണ് സ്വിമ്മിംഗ് എന്ന് പറയുന്നത്. എല്ലാ വിദ്യാർത്ഥികളും എല്ലാ തരത്തിലുള്ള ആളുകൾ നിർബന്ധമായിട്ട് പഠിച്ചിരിക്കേണ്ട ഒന്നാണ് സ്വിമ്മിംഗ്. അപ്പോൾ ഇത്തരത്തിലുള്ള വലിയൊരു പഞ്ചായത്തിന്റെ ഒരു പദ്ധതി എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ തന്നെ ആദ്യമായിട്ടുള്ള പദ്ധതിയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വലിയൊരു പദ്ധതി നമുക്ക് ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഗോൾഡൻ ജൂബിലി അക്വാട്ടിക് കോംപ്ലക്സിൽ സംഘടിപ്പിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയും ഒരുപാട് പദ്ധതികളുണ്ട്. നമ്മൾ 6 വയസ്സ് മുതൽ 90 വയസ്സ് വരെയുള്ള ഏത് തരത്തിലുള്ള എത്ര വലിയ ആളുകൾ വന്നാലും നമ്മളിവിടെ സ്വിമ്മിംഗ് പഠിപ്പിക്കും. അതിനുള്ള വലിയൊരു കപ്പാസിറ്റി ഉണ്ട്. അതിനുള്ള വലിയൊരു കോച്ചിങ് ഫെസിലിറ്റി നമുക്ക് ഇവിടെയുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇനി ഒരുപാട് ബാച്ചുകൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കുന്നുണ്ട്. ഒരുപാട് സ്കൂൾ ബാച്ചുകൾ നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഓരോരോ പദ്ധതികളായിട്ട് ഇവിടെ നടപ്പിലാക്കുന്നുണ്ട്. ഒരുപാട് പദ്ധതികൾ എല്ലാ കാലത്തും സ്വാഗതം ചെയ്യാനും ആർക്കും ഏത് സ്കൂളിലും ആർക്കും എപ്പോൾ വന്നാലും ഇവിടെ സ്വിമ്മിംഗ് പഠിക്കാനുള്ള സാഹചര്യങ്ങളുണ്ടാവും. അതിനുള്ള അവസരങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. തീർച്ചയായിട്ടും. ഇപ്പോൾ പഞ്ചായത്ത് ഭരണസമിതിയിലെ സ്ത്രീജനങ്ങൾ ഒക്കെ ഉണ്ട്. ഇപ്പം ആളുകളുടെ ഭാഗത്തു നിന്നൊക്കെയുള്ള ഒരു പ്രതികരണം എങ്ങനെയാണ്? പ്രതികരണമൊക്കെ സൂപ്പറാണ്. എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടുണ്ട്. നമ്മുടെ പഞ്ചായത്ത് ഇങ്ങനെ ഒരു പദ്ധതി കൊണ്ടുവന്നതിന് എല്ലാവരും നല്ല ആഹ്ലാദത്തിലാണ് നിൽക്കുന്നത്. അതെല്ലേ, ഇവിടെ വന്നിട്ടാണ് പഠിച്ചത്? ഈ പുള്ള ഇറങ്ങിയിട്ടാണ് ഞാൻ പഠിച്ചത്. പ്രതിനിധിയായിട്ട് ഒരാളെ ഏൽപ്പിച്ചാണ്. നേരത്തെ നീന്തൽ അറിയില്ലായിരുന്നു? ആദ്യം നീന്തൽ അറിയില്ലായിരുന്നു. ഈ പൂളിൽ വന്നിട്ട് സ്റ്റാർട്ടിങ് മുതൽ ഇപ്പൊ ഫസ്റ്റ് സെക്കൻഡ് ബാച്ച് ഇപ്പൊ തുടങ്ങുന്ന ആ മാതിരി ഞങ്ങൾ പൂർണ്ണമായിട്ടും നീന്തൽ പഠിച്ചു. പൂർണ്ണമായിട്ട് നീന്തൽ. കുളത്തിലൊക്കെ വീണാൽ നീന്തി കയറും. ഒരു കോൺഫിഡൻസ് ഉണ്ട് നീന്തി കയറും എന്നുള്ള. പിന്നെ ഇപ്പൊ വലിയ പൂള് വരെ നീന്തും. ആത്മവിശ്വാസം ഈ ഒരു ആത്മവിശ്വാസമാണ് വിജയം അല്ലേ? അതെ, തീർച്ചയായിട്ടും. മറ്റു പഞ്ചായത്തിലുള്ള ആളുകൾക്കൊക്കെ ഭയങ്കര ഒരു ആവേശം ഈ ചേലമ്പൂർ പഞ്ചായത്തിലേക്ക് കല്യാണം കഴിച്ച് വരാനും ഇവിടെ ജീവിക്കാനും ഇത്തരത്തിലുള്ള പദ്ധതികളൊക്കെ കണ്ടിട്ട്. അതെ, തീർച്ചയായിട്ടും. ഞങ്ങളുടെ നാട്ടിലുള്ളതൊക്കെ ഞങ്ങൾ സ്റ്റാറ്റസ് ഒക്കെ കാണുമ്പോൾ ഇങ്ങനെ ചോദിക്കും, നിങ്ങളെ പഞ്ചായത്തിൽ മാത്രം എന്താ ഇങ്ങനെയൊക്കെ പരിപാടി, ഞങ്ങളുടെ പഞ്ചായത്തിലൊന്നും ഒന്നും ഇല്ല എന്നുള്ള രൂപത്തിലാണ് അവരൊക്കെ സംസാരിക്കുന്നത്. ഇപ്പൊ ഇവിടെ പ്രായമായ സ്ത്രീകളൊക്കെ നീന്താൻ വരുന്നുണ്ട്. കണ്ട് എല്ലാവരും നല്ല റെസ്പോൺസാണ്. എല്ലാവരും നല്ല സഹകരണമാണ്, നല്ല സന്തോഷമാണ്, അവരൊക്കെ ഹാപ്പിയാണ്. അവരുടെ കൂട്ടത്തിൽ ഞങ്ങളും ഹാപ്പിയാണ് ഈ ഭരണസമിതിയിൽ അംഗമായാൻ കഴിഞ്ഞതിൽ. ആളുകളൊക്കെ നല്ല സഹകരണമാണ്. നല്ല സഹകരണമാണ്. എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. എന്റെ മകൾ ഇതേമാതിരി ഇവിടെ വന്നിട്ടാണ് നീന്തൽ പഠിച്ചു. അതിൽ നല്ല എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് പഞ്ചായത്തിനെ പറ്റിയിട്ട്. ഇനി ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്. ഇനി ഞങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുള്ളത്. അങ്ങനെ ഒരുപാട് ആൾക്കാർ പേരൊക്കെ കൂടുതൽ ആളുകൾ വരുന്നുണ്ടല്ലേ? കൂടുതൽ ആളുകൾ വരുന്നുണ്ട്. ഏതായാലും ഒരു വ്യത്യസ്തമായ പദ്ധതി തന്നെയാണ് പഞ്ചായത്തിലെ മുഴുവൻ ആളുകളെയും നീന്തൽ പഠിപ്പിക്കുക എന്നുള്ളത്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഇത്തരത്തിൽ മുങ്ങി മരണങ്ങൾ വളരെയധികം വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പല ഘട്ടങ്ങളിലും. അപ്പോൾ ഇത്തരത്തിലുള്ള നീന്തൽ, പ്രത്യേകിച്ച് കുട്ടികളെയും സ്ത്രീകളെയൊക്കെ ഇത്തരത്തിലുള്ള നീന്തൽ പഠിപ്പിക്കുന്നത് അത് വളരെയധികം ഉപകാരപ്രദമായ ഒരു കാര്യം കൂടിയാണ്. ഏതായാലും ചേലേമ്പ്ര പഞ്ചായത്ത് ഇത്തരത്തിലുള്ള ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നത് നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം, അവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറെ ഉപകാരപ്രദമാണ്. ഇപ്പോഴും ഇവിടെ നീന്തൽ പരിശീലനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും കൂടുതൽ ആളുകളിലേക്ക് പരിശീലനം എത്തിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ചേലേമ്പ്ര പഞ്ചായത്തുള്ളത്. അനുരൂപിച്ചിക്കോടിന് ജംഷീർ കൊടിഞ്ഞി, മീഡിയ 1, മലപ്പുറം.